ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഹാലൻഡ് തന്നെ ശരണം. പ്രീമിയർ ലീഗിൽ മാച്ച് ഡേ 10 മാൻ സിറ്റി വേഴ്സസ് ബർണമൂത്ത് മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിൻ്റെ 2 ഗോളിൻ്റെ മികവിൽ 3-1 എന്നുള്ള സ്കോർ ലൈന് പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ്രോ റിയോളയുടെ ബർണമൂത്തിനെ തോൽപ്പിച്ചു വിട്ടു. ഈ ഒരു വിജയത്തോടു കൂടി മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് ടേബിളിൽ കറൻ്റ്ലി 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് 19 പോയിൻറ്റുമായിട്ട്. ബർണമത്താണെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു 2ാം സ്ഥാനത്ത് നിന്നും. എർലിംഗ് ഹാലൻഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നും ഈ ഒരു സീസണിൽ 13 ഗോൾ പുള്ളി തികച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് കൺസിക്യൂട്ടീവായുള്ള ഹോം പ്രീമിയർ ലീഗ് ഗെയിംസിൽ ഒന്നിൽ കൂടുതൽ ഗോള് പുള്ളി നേടുന്നത് ഇത് പഠിപ്പിച്ച് 4ാമത്തെ വട്ടം എന്നുള്ളതാണ്. സോ ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റീനെ നയിക്കുന്നത് എർലിംഗ് ഹാലൻഡാണ്, ആ പുള്ളിയുടെ ഗോളുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ഈ ഒരു സീസണിലെ ഗോൾ സ്കോറേഴ്സിൻ്റെ ടാലി ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എർലിംഗ് ഹാലൻഡിന് 13 ഗോളായെങ്കിൽ തൊട്ടടുത്ത ഗോൾ സ്കോറർ എന്ന് പറയുന്നത് ബഹുദൂരം എന്ന് പറഞ്ഞാൽ ബഹുദൂരം വിരലിലെണ്ണാവുന്ന ഗോൾസ് മാത്രമേ ഉള്ളൂ, ബഹുദൂരം പിറകിലാണ് എന്നുള്ളതാണ്. സോ എർലിംഗ് ഹാലൻഡാണ് ഇത്തവണ സിറ്റീനെ കൊണ്ടുപോകുന്നത്. പ്രീമിയർ ലീഗ് സീസണിൽ ഈ 10 മത്സരങ്ങൾ കഴിയുമ്പോൾ പുള്ളിയാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇനി ഈ മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് ഡോക്കുനെയും റയാൻ ചെർക്കിനെയും ഒരുമിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് പെപ് ഗാർഡിയോള എർലിംഗ് ഹാലൻഡിൻ്റെ പന്തെത്തിക്കാനായിട്ട്. ആ റയാൻ ചെർക്കി എർലിംഗ് ഹാലൻഡ് കണക്ഷൻ ഇന്ന് ഈ ഒരു മത്സരത്തിൽ എർലിംഗ് ഹാലൻഡ് നേടിയ 2 ഗോളിലും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ മത്സരത്തിൻ്റെ തുടക്കത്തിൽ സിറ്റി ഗ്രൗണ്ടിൽ തുടങ്ങിയ മത്സരത്തിൽ ആദ്യത്തെ മിനിറ്റ് തികയുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ബർണമത്തിന് ലീഡിംഗ് ഗോൾ എടുക്കാമായിരുന്നു എന്നുള്ളതാണ്. ഡേവിഡ് ബ്രൂക്സ് റൈറ്റ് വിങ്ങിൽ നിന്ന് വെച്ച് കൊടുക്കുന്ന ക്രോസിലേക്ക് എലി ക്രൂപ്പി ജൂനിയറിൻ്റെ ഫിനിഷിംഗ് ടച്ചൊക്കെ കറക്റ്റായിരുന്നു. ഗോൾ വലയിലേക്ക് പന്തെത്തുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡ് ആകുന്നു എന്നുള്ളതാണ്. എലി ക്രൂപ്പി ജൂനിയർ ആ റൺ ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ മേ ബി ആ 1 മിനിറ്റ് തികയുന്നതിന് മുമ്പ് ബർണമൂത്ത് സിറ്റി ഗ്രൗണ്ടിൽ ലീഡ് കണ്ടെത്തിയേനെ എന്നുള്ളതാണ്. മത്സരത്തിൽ ആദ്യം തന്നെ ആ ഒരു ഷോ സ്ട്രെങ്ത്ത് ആൻഡ്രോ റിയോളയുടെ ടീമിന് ഇരുന്നേനെ. എനിവേ അത് നടന്നില്ല. പിന്നീട് സിറ്റി പുഷ് ചെയ്യാൻ തുടങ്ങി. അവസാനം 17ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ലീഡിംഗ് ഗോൾ സിറ്റി നേടിയത് എന്നുള്ളതാണ്. സിറ്റിയുടെ ആ ഒരു ഗോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം തന്നെ ബർണമൂത്തിൻ്റെ ഡിഫെൻസീവ് മിസ്റ്റേക്കിനെ കുറിച്ചും പറയേണ്ടി വരും എന്നുള്ളതാണ്. സോ ആ ഗോൾ നേടിയത് എർലിംഗ് ഹാലൻഡായിരുന്നു. 17ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും സിറ്റിയുടെ കയ്യിലുള്ളായിരുന്നു പന്ത്. സോ ബർണമൂത്തിൻ്റെ ഡിഫെൻസീവ് ലൈൻ ഒരു ഹൈ ലൈൻ പിടിച്ചു എന്നുള്ളതാണ്. സോ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നിക്കോ ഗോൺസാലസ്, ഇത് സിറ്റിയുടെ ഹാഫിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. നിക്കോ ഗോൺസാലസ് പന്ത് ഒരു ഹൈ ബോൾ വെക്കുന്നു റയാൻ ചെർക്കിക്ക്. ഹാഫ് ലൈന് മുമ്പ് തന്നെ റയാൻ ചെർക്കി ആ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഫസ്റ്റ് ടൈം ഹെഡർ വെച്ച് കൊടുക്കുകയാണ് ആർക്ക്, എർലിംഗ് ഹാലൻഡിന് ഓടാനായിട്ട്. എർലിംഗ് ഹാലൻഡ് റൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാഫ് ലൈൻ ഇപ്പുറത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ ഓഫ് സൈഡും കാര്യങ്ങളൊന്നും വന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് ബർണമൂത്ത് ഒരു ഹൈ ലൈനാണ് പിടിച്ചിരുന്നത്. അവിടെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഡിഫെൻസീവ് ഹൈ ലൈൻ പിടിക്കുന്നത് ആർക്കെതിരെയാണ് എന്നുള്ളൊരു ബോധ്യം വേണം. സിറ്റിക്ക് എതിരെ എന്നുള്ളതല്ല. എർലിംഗ് ഹാലൻഡ് പോലൊരു ബീസ്റ്റ് ഓഫ് എ പ്ലെയർ അവിടെ നിൽക്കുമ്പോൾ ഒരു ഹൈലൈൻ പിടിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ ബർണമൂത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അങ്ങനെ ഹൈലൈൻ പിടിക്കുമ്പോൾ എർലിംഗ് ഹാലൻഡ് പോലെ സ്പേസ് കിട്ടിയാൽ തകർത്ത് തിമിർത്ത് ഓടുന്നൊരു പ്ലെയറിനെ ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടതല്ലേ? സെൻട്രൽ ഡിഫൻഡേഴ്സ് ഐ തിങ്ക് റയാൻ ചെർക്കിയിലേക്ക് ആ ഒരു പന്ത് ഹൈ ബോൾ വരുമ്പോൾ പന്ത് ഉള്ള പ്ലെയറിനെ അടുത്തേക്ക് പോകണോ അതോ പന്ത് എവിടേക്ക് പോകാൻ പോകുന്നു ആ ഒരു പ്ലെയറിനെ ക്ലോസ്ലി മാർക്ക് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയെന്ന് തോന്നുന്നു. എർലിംഗ് ഹാലൻഡും ഡിഫൻഡറുമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഗ്യാപ്പ് മതിയായിരുന്നു എർലിംഗ് ഹാലൻഡിനെ തന്നെ ആരും പിടിക്കാത്ത സ്പീഡിൽ ഓടി ആ പന്ത് ഫിനിഷ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. സോ റയാൻ ചെർക്കി ഫസ്റ്റ് ടൈം തന്നെ ഹെഡർ വെച്ച് കൊടുക്കുന്നു. ദെൻ ഇറ്റ് വാസ് ജസ്റ്റ് എ ഫോർമാലിറ്റി. എർലിംഗ് ഹാലൻഡിൻ്റെ റണ്ണും വരുന്നു, കാര്യങ്ങളും വരുന്നു. ഗോൾ കീപ്പറെ പെട്രോവിച്ചിനെയും ബീറ്റ് ചെയ്ത് അവിടെ 17ാമത്തെ മിനിറ്റിൽ സിറ്റിക്ക് ലീഡിംഗ് ഗോൾ അവിടെ നേടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ബർണമൂത്തിന് സ്റ്റിൽ മത്സരത്തേക്ക് തിരിച്ചു വരാൻ പറ്റി 25ാമത്തെ മിനിറ്റിൽ ഡ്യൂ ടു എ കോസ്റ്റ്ലി മിസ്റ്റേക്ക് ഫ്രം ഗോൾ കീപ്പർ ഡോണറുമ എന്നുള്ളതാണ്. 25ാമത്തെ മിനിറ്റ് ആയപ്പോൾ അവർക്കൊരു കോർണർ കിക്ക് കിട്ടി ബർണമൂത്ത് എടുക്കുന്ന ആ കോർണർ കിക്കിൽ ഡോണറുമയാണ് ആ പന്ത് ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്യാനായിട്ട് പഞ്ച് ചെയ്ത് അകറ്റാൻ നോക്കിയത്. പക്ഷേ പുള്ളിയുടെ പഞ്ച് ഇത്തവണ സ്ലിപ്പായി പോയി എന്നുള്ളതാണ്. ഗോൾ വലയുടെ മുമ്പിൽ തന്നെ നിന്നിരുന്ന ടൈലർ ആഡംസിന് പന്ത് കിട്ടുന്നു. പുള്ളി ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്തു. ഇംഗ്ലീഷ് ഫുട്ബോളിൽ തന്നെ ടൈലർ ആഡംസിൻ്റെ ആദ്യത്തെ ഗോൾ അവിടെ അങ്ങനെ സിറ്റി ഗ്രൗണ്ടിൽ വന്നു എന്നുള്ളതാണ്. ഉടനെ തന്നെ ഡോണറുമ എണീറ്റ് നിന്ന് റഫറിയായ ആന്റണി ടൈലറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. സംഭവം വേറൊന്നുമല്ല, ബർണമൂത്തിൻ്റെ ക്യാപ്റ്റൻ ഡേവിഡ് ബ്രൂക്സ്
ആ ഒരു കോർണർ കിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഡോണറുമയുടെ കയ്യിൽ വലം വെച്ച് പിടിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഡോണറുമയുടെ വാദം. സംഭവം ശരിയാണ്. പക്ഷെ ആ പന്ത് ഡെലിവർ ആയപ്പോൾ തന്നെ ആ ഒരു സമയമായപ്പോഴേക്ക് തന്നെ ഡേവിഡ് ബ്രൂക്സ് ആ കൈ എടുക്കുന്നുണ്ട്. അതിനുശേഷം കംഫർട്ടബിളായിട്ട് തന്നെയാണ് ഡോണറുമ പന്ത് പഞ്ച് ചെയ്യാനായിട്ട് ഉയർന്ന് ചാടിയതും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അവിടെ പുള്ളിയുടെ പഞ്ച് സ്ലിപ്പായി പോയി എന്നുള്ളതാണ്. സോ അത് ഡോണറുമയുടെ തന്നെ മിസ്റ്റേക്കാണ്. അത് ഫൗളും കാര്യങ്ങളൊന്നുമല്ല. അനാവശ്യമായിട്ട് കിടന്ന് ഒച്ചപ്പാടും മേളും ഉണ്ടാക്കിയതിന് അവസാനം ഡോണറുമയ്ക്ക് ഒരു മഞ്ഞക്കാർഡ് ആന്റണി ടൈലർ കൊടുത്തു എന്നുള്ളതാണ്. സോ അതിനുശേഷം 1-1 എത്തി. ബട്ട് എഗെയിൻ അവിടെ എർലിംഗ് ഹാലൻഡ് അവതരിച്ചു എന്നുള്ളതാണ്. 33-ാമത്തെ മിനിറ്റിൽ എഗെയിൻ ആ റയാൻ ചെർക്കി എർലിംഗ് ഹാലൻഡ് കണക്ഷൻ എഗെയിൻ വർക്കൗട്ടായി എന്നുള്ളതാണ്. സോ ഇത്തവണ മിഡ്ഫീൽഡിൽ നിന്നും റയാൻ ചെർക്കിയുടെ ഭാഗത്ത് നിന്ന് ക്വിക്കായിട്ടുള്ളൊരു പാസ്സായിരുന്നു. ഇത്തവണ ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു പന്ത് തന്നെയായിരുന്നു. ബട്ട് എഗെയിൻ അവിടെയും ഡിഫൻഡർ ക്ലോസ് ആയിട്ട് എർലിംഗ് ഹാലൻഡിനെ മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. സോ നേരത്തെ പോലെ തന്നെ എർലിംഗ് ഹാലൻഡ് നല്ല സുഖമായിട്ട് ഫോർമാലിറ്റി ഫിനിഷ് ചെയ്യുന്ന പോലെ പന്തും കൊണ്ട് സുഖമായിട്ട് പോയി. ഗോൾ കീപ്പറായ പെട്രോവിച്ചിനെ അറൗണ്ട് പോയി പുള്ളി ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 33-ാമത്തെ മിനിറ്റിൽ സിറ്റി 2-1 ലീഡ് വീണ്ടും തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. മേ ബി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഹാട്രിക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഹാലൻഡിന് സാധിച്ചു തന്നെ. ഡോക്കോ അതിനൊരു ചാൻസ് വെച്ച് കൊടുത്താണ്. പക്ഷേ ഇത്തവണ പെട്രോവിച്ച് ഗോൾ കീപ്പർ അത് തടഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റയാൻ ചെർക്കിക്ക് ഗോൾ നേടാൻ അവസരം കിട്ടിയതാണ് ഫ്രീ കിക്കിൽ നിന്നും. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ. പക്ഷേ അതും അവിടെ ഗോൾ കീപ്പർ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു മത്സരം. സെക്കൻഡ് ഹാഫിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 60-ാമത്തെ മിനിറ്റിൽ ആ 3-ാമത്തെ ഗോൾ വരുന്നവരെ ബേർണമത്തിന് പ്രതീക്ഷ ഉണ്ടായി കാണും മത്സരത്തേക്ക് തിരിച്ചു വരാൻ കഴിയുന്നുള്ള അതിനുള്ള അവസരവും കിട്ടിയിരുന്നു ബേർണമത്തിന്. ബേർണമത്ത് അങ്ങനെ ഡോമിനൻ്റായിട്ട് നിന്നു കൊടുത്തിട്ടൊന്നുമില്ല. ബേർണമത്തിന് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന പന്തും പൊസിഷനും കാര്യങ്ങളും വെച്ച് ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെങ്കിൽ സെമന്യോയുടെ ലെഫ്റ്റ് വിങ്ങിൽ കൂടെ ധാരാളമായിട്ട് പന്ത് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബോക്സിനകത്ത് വലിയ ഡേഞ്ചർ വരുന്നുണ്ടായില്ല. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ അത് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ ഇനി 60-ാമത്തെ മിനിറ്റിൽ ഗോൾ വന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോഴും ബേർണമത്തിൻ്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയും പറയേണ്ടതുണ്ട്. കാരണം 60-ാമത്തെ മിനിറ്റ് ആകാറായപ്പോഴേക്കും ആ ഒരു ഗോൾ വരുന്നതിന് കുറച്ച് നിമിഷങ്ങൾ മുമ്പ് തന്നെ റൈറ്റ് ബാക്കായ ബേർണമത്തിൻ്റെ റൈറ്റ് ബാക്കായ അലക്സ് ജിമിനസിന് ചെറിയൊരു ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. ഒരു ഫൗളായിരുന്നു. അത് ഫൗൾ വിളിച്ച റെഫറി കളി നിർത്തി. ഇഞ്ചുറി കാരണം കളി നിർത്തിയതല്ല. ഫൗൾ വിളിച്ച് ആന്റണി ടൈലറോട് കളി നിർത്തുന്നുണ്ട്. ഡോക്കും ജിമിനസും ആയിട്ടുള്ളൊരു ചെറിയൊരു കൊളീഷനായിരുന്നു. ഡോക്ക് അവിടെ ഫൗൾ ചെയ്യുന്നു, ജിമിനസ് വീഴുന്നു. കാലിൻ്റെ പിറകിൽ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നതിനും അവിടെ വിസിൽ വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് വരെ ജിമിനസും ഡോക്കും തമ്മിലുള്ള ഒരു ഡ്യൂവലും അത്യാവശ്യം സുഖമുള്ളൊരു പരിപാടിയായിരുന്നു കളിയുടെ. ആൻഡ് ജിമിനസ് അവിടെ വീണ് കഴിഞ്ഞപ്പോൾ ജിമിനസ് നല്ല വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ കാണാമായിരുന്നു. സോ ബേർണമത്ത് കുഡ് ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദാറ്റ് പ്ലെയർ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്. അപ്പം തന്നെ ആ പ്ലെയറിനെ മാറ്റാമായിരുന്നു. കാരണം അത് വൈകിപ്പിച്ചതാണ് 3-ാമത്തെ ഗോളിൽ അവസാനിച്ചത് എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതിന് ശേഷം ഫിൽഫോർഡൻ വെച്ച് കൊടുക്കുന്ന പന്തിലേക്ക് നിക്കോ റെയ്ലി ആ പന്തുമായിട്ട് മുന്നേറുമ്പോൾ ഷോട്ട് എടുക്കാൻ പോകുമ്പോഴേക്കും പിറകെ ഓടിപ്പിടിക്കാനായിട്ട് അലക്സ് ജിമിനസ് ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാമായിരുന്നു. സോ ആൻഡ് അതിനുശേഷം ആ ഗോൾ അതിനുശേഷം നിക്കോ റെയ്ലിയുടെ നല്ലൊരു ഷോട്ട് വരുന്നു. ഗോൾ കീപ്പറെ പെട്രോവിച്ച് ബീറ്റിനെ. അങ്ങനെയാണ് 3-ാമത്തെ ഗോൾ വരുന്നത്. ആ ഒരു ഗോൾ നേടിയതിന് ശേഷം ട്രിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ബേർണമത്ത് വരുത്തുന്നുണ്ട്. ആ സമയത്ത് അലക്സ് ജിമിനസ് കളം വിട്ടു പോകുന്ന ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണ് പുള്ളി കളം വിട്ടു പോകുന്നത്. സോ എന്തുകൊണ്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻ വൈകിപ്പിച്ചു എന്നുള്ളതാണ്. മേ ബി ആ സബ്സ്റ്റിറ്റ്യൂഷൻ ലൂയിസ് കുക്ക് എന്ന് പറഞ്ഞ പ്ലെയറിനെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ ആ ഒരു ട്രിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരുമിച്ച് ചേർത്താൻ വെയിറ്റ് ചെയ്യാണ്ട് മേ ബി ആ ഒരു ഇഞ്ചുറി കൺസേൺ അവിടെ കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ കാണിച്ചപ്പോൾ തന്നെ അലക്സ് ജിമിനസിനെ മാറ്റിയിരുന്നെങ്കിൽ മേ ബി ആ 3-ാമത്തെ ഗോള് ചിലപ്പോൾ തടയാനായിട്ട്, ഞാൻ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, പക്ഷെ ചിലപ്പോൾ തടയാനായിട്ട് ബേർണമത്ത് ഡിഫൻസിന് കഴിഞ്ഞേനെ. അങ്ങനെയായിരുന്നെങ്കിൽ മത്സരം മുന്നോട്ട് പോകുമ്പോൾ ബേർണമത്തിന് മേ ബി തിരിച്ചു വരാനുള്ള അവസരം മത്സരത്തിനുണ്ടായേനെ എന്നുള്ളതാണ്. ബട്ട് ഇനി അത് സംഭവിച്ചില്ല. മത്സരം 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 3-1 ആൻഡ് ഏറെക്കുറെ സിറ്റി വാസ് ഗെറ്റ് മോർ കംഫർട്ടബിൾ. ആൻഡ് അത് മാത്രമല്ല അവസാന നിമിഷങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബേർണമത്തിന്. എലി ക്രൂപ്പി ജൂനിയറിന് 2 അവസരങ്ങൾ. ഫസ്റ്റ് ഹാഫിൽ ഓഫ് സൈഡ് സംഭവം മാത്രമല്ല, സെക്കൻഡ് ഹാഫിൽ 2 നല്ല അവസരങ്ങളും കിട്ടി. ഒരെണ്ണം ഗോൾ കീപ്പറായ ഡോണറുമയുടെ തൊട്ട് സെൻറ്ററിൽ ഏരിയയിലേക്ക് തന്നെ ആളടിച്ചു. ഗോൾ കീപ്പർ സുഖമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നു. അതിനു ശേഷം നല്ലൊരു കില്ലാൻ ചാൻസ് കിട്ടിയത് പുള്ളി പുറത്തേക്ക് അടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ ക്യാപ്റ്റനായ ഡേവിഡ് ബ്രൂക്സിന് അവസരം കിട്ടി, അതും മുതലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസരങ്ങൾ ബേർണമത്ത് മുതലാക്കിയില്ല. ഉണ്ടാക്കിയെടുത്ത ഡേഞ്ചർ സിറ്റുവേഷൻസ് അവർക്ക് അത് മുതലാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ അവസാനമൊക്കെ ആയപ്പോഴേക്കും സിറ്റി ഫാൻസിന് സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു ഇഞ്ചുറിക്കൊക്കെ ശേഷം റോഡ്രി കളിക്കളത്തിലേക്ക് അവസാന കുറച്ച് നിമിഷങ്ങൾ കളിക്കാൻ ഇറങ്ങി എന്നുള്ളതാണ്. സോ മൊത്തത്തിൽ
നല്ലൊരു മത്സരം തന്നെയായിരുന്നു. ബേൺമത്തിന് കുറച്ചും കൂടി നല്ല രീതിയിൽ അവരുടെ അവസരങ്ങൾ മുതലെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മേ ബി എന്തെങ്കിലുമൊക്കെ ആയിട്ട് സിറ്റി ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് പോരാമായിരുന്നു എന്നുള്ളതാണ്. സോ ബേൺമത്തിന് ഒട്ടും ചാൻസ് ഇല്ലാത്തൊരവസ്ഥയൊന്നും വന്നിരുന്നില്ല മത്സരത്തിൽ. ആൻഡ് ഈ ഒരു വിജയത്തോടു കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റി രണ്ടാം സ്ഥാനത്തേക്ക് എത്തി. കറൻ്റ്ലി രണ്ടാം സ്ഥാനത്തേക്ക് എത്തി. കാരണം ഒരു മത്സരം കൂടി മാച്ച് ഡേ 10 നടക്കാനുണ്ട്, സണ്ടർലാൻഡ് വേഴ്സസ് എവർട്ടൺ മത്സരം. സോ ഈ ഒരു മത്സരത്തിലെങ്ങാനും സണ്ടർലാൻഡ് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 20 പോയിൻ്റ് ആവും. സിറ്റിനേക്കാൾ ഒരു പോയിൻ്റ് മേലെയാവും. 19 പോയിൻ്റാണ് സിറ്റിക്കുള്ളത്. ഒരു പോയിൻ്റ് മേലെ കിട്ടിക്കഴിഞ്ഞാൽ അവരാകും രണ്ടാം സ്ഥാനത്ത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കെൻഡിൽ നടക്കാൻ പോകുന്ന ആർസണൽ വേഴ്സസ് സണ്ടർലാൻഡ് മത്സരം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനക്കാരുടെയും രണ്ടാം സ്ഥാനക്കാരുടെയും തമ്മിലുള്ള മത്സരമായിരിക്കും എന്നുള്ളതാണ്. സോ അത് കാര്യങ്ങൾ കുറച്ചും കൂടി കൊഴുക്കും, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കും ആ ഒരു മത്സരത്തെ എന്നുള്ളതാണ്. സോ എനിവേ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആൻഡ് എർലിംഗ് ഹാലൻഡിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. നല്ല രീതിയിൽ അവളുടെ ഹാട്രിക്ക് മിസ്സായാലും പുള്ളിക്ക് ഇത്തിരി വിഷമമൊന്നും തോന്നുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയി പോകുമ്പോഴും പുള്ളിക്ക് അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ആൻഡ് മത്സരശേഷം പുള്ളി പെപ് ഗാർഡിയോളയുടെ അടുത്ത് കംപ്ലൈനിങ് പോലെ പറയുന്നത് ചുമ്മാ തോന്നിയതായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു ഹാട്രിക്ക് പുള്ളി അർഹിച്ചിരുന്നു ഇന്നത്തെ ഒരു പെർഫോമൻസിന്. ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ എന്നുള്ളത് മാത്രം. എനിവേ പുള്ളീൻ്റെ ഗോൾ സ്കോറിങ് പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പുള്ളി പ്രീമിയർ ലീഗ് സെഞ്ചുറി ഓഫ് ഗോൾസിലേക്ക് അടുത്തെത്തി ഈ 2 ഗോളും കൂടി ചേർക്കുമ്പോൾ എന്നുള്ളതാണ്. സോ ഉടനെ തന്നെ അത് നമുക്ക് കാണാൻ കഴിയും. സോ ഈസ് എർലിംഗ് ഹാലൻഡ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ പ്രീമിയർ ലീഗ് ഹാസ് എവർ സീൻ? അലൻ ഷീററിനേക്കാളൊക്കെ മേലേക്ക് ആണോ അതോ അതിന് മേലേക്കൊക്കെ എത്തിയോ ഓൾറെഡി എർലിംഗ് ഹാലൻഡ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താട്ടോ. സോ എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലക്സ് ആൻഡ് യു സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.